നമ്മളെല്ലാം ഈ സംഘടന പ്രവർത്തിക്കുമ്പോൾ കൃത്യതയുടെയും അച്ചടക്കത്തിന്റെയും ഒരു പര്യായം ഉണ്ടായിരുന്നു. ദീർഘകാലം ചൊവ്വ യൂണിയന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച, ഇപ്പോൾ ഈ യാത്രയിൽ പങ്കെടുക്കാനായി വിദേശത്ത് നിന്നും അവധിയെടുത്ത് ഇവിടെ എത്തിച്ചേർന്ന ജിതേഷിനെ സ്നേഹപൂർവ്വം പരിചയപ്പെടുത്തി. നമ്മുടെ ജിതേഷ് ചേട്ടനെ ആദ്യം തന്നെ സ്വാഗതം. ജിതേഷ് ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുൻ ഡിവൈഎഫ്ഐ ചൊവ്വ യൂണിറ്റ് സെക്രട്ടറി, പിന്നെ ഇപ്പോ ഭാര്യയുടെ ഒപ്പരം. അതൊരു കഥയാണ്. ആ കഥയായിട്ട് കേൾക്കണോ? എടച്ചോ സ്കൂൾ ആദ്യം തന്നെ ജിതേഷ് ചേട്ടൻ എടച്ചോ സ്കൂളില് പ്യൂണായി പോയൊരു കാലം. പണ്ട് മെക്കാനിക്കാ ചങ്ങായി, പക്ഷേ പിടിപാട് കൊണ്ട് പ്യൂണായിട്ട് കിട്ടി എടച്ചോ സ്കൂളില്. എന്നിട്ട് ആ സ്കൂളിൽ പഠിക്കാൻ വന്ന കുട്ടിയാണ് ഇപ്പോഴത്തെ ഭാര്യ. അത്രയ്ക്ക് കഴിവില്ല ആളാണ് നമ്മുടെ ജിതേഷ് ചേട്ടൻ. വയസ്സായില്ല, വയസ്സായി ഞാൻ കിട്ടും. വയസ്സായില്ല സമയത്ത് തന്നെ നല്ലൊരു ടൂർ വന്നു. അതുകൊണ്ട് ഇതിൽ പങ്കെടുക്കാൻ പറ്റും. പറയേണ്ട ആവശ്യമില്ലല്ലോ, സകലകലമല്ല. ഷംനയെ ക്ഷണിച്ചോളൂ. എല്ലാവരും അറിയാമല്ലോ. ആകെ അറിയുന്നത് എവിടെ ഇരിക്കുന്ന വിജയ് ചേട്ടനെ പേഴ്സണലി അറിയുന്നത്. അവർക്ക് എല്ലാവരും ഇപ്പൊ കാണുന്നേ ഉള്ളൂ. എന്റെ പേര് ശബ്ദ. ഇവരെ വീടിന് കുറച്ച് താഴെ തന്നെ എന്റെ വീട് വരുന്നത്. കുഞ്ചത്താചാര്യ വിദ്യാലയത്തിന് തൊട്ട് വീട്ടിൽ എ സി വെച്ച് കൊടുക്കാനാണ്. എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഒരു ടൂറ്. അത് ഇന്നലെ കുറച്ച് ഫംഗ്ഷനുകൾ ഉണ്ടായപ്പോൾ ഉറങ്ങാൻ ടൈം കിട്ടിയില്ല. വീടെത്തി 1 മണിക്കൂർ ഉറങ്ങുമ്പോഴേക്ക് തന്നെ തിരിച്ച് റെഡിയാകാൻ പോവാറായി നടന്ന് അങ്ങനെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഉറങ്ങിപ്പോയത്. ഇവരൊക്കെ കണ്ടുപരിചയമുള്ള, അങ്ങനെ കൂടുതലായിട്ട് അറിയില്ല. കൂട്ടപ്പാകെ എല്ലാവരെയും പരിചയപ്പെടാം. അടുത്തതായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. എപ്പോൾ എവിടെയും യാത്ര തീരുമാനിച്ചാലും ആദ്യം പേര് തരുന്ന വ്യക്തിയാണ് രജിലേഷ്. ഈ യാത്രയിൽ ആദ്യം ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. കാലിന് ചെറിയ പരിക്ക് പറ്റി വീട്ടിൽ വിശ്രമത്തിലാണ് കഴിഞ്ഞ 3 ആഴ്ചയായിട്ട്. എന്നാൽ അവസാന നിമിഷം ഇതിന്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സജിലേഷിനെ പ്രത്യേകം ക്ഷണിക്കുകയാണ്. കാലിന് ചെറിയൊരു പരിക്ക് പറ്റിയിരിക്കും. ഇന്നത്തെ ടൂറിന് വരാൻ കഴിയില്ല വിചാരിച്ചു വന്നു. നിങ്ങളെല്ലാം ഉണ്ടാവുന്ന സന്തോഷം വെച്ചിട്ട് വന്നതാണ്. ജനറോഷാപ്പിനോട് പിന്നെ പ്രത്യേകിച്ച് പറയാനില്ല. ജനറോഷാപ്പിനുള്ളതുകൊണ്ടാണ് നമുക്ക് ടൂറ് പോകുന്നത് തന്നെ. ഒരുപാട് ഓർമ്മകൾ ഈ ടൂറിനെ ആശ്രയിച്ചു. അടുത്തതായി പരിചയപ്പെടുത്തുകയാണ്. അറിയപ്പെടുന്ന
തെയ്യം കലാകാരനും നിരൂപകനും നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയുമായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഉണ്ണിയേട്ടൻ. പ്രസിദ്ധമായ അണ്ടലൂർക്കാവിൽ ദൈവത്താർ ഈശ്വരനെ കെട്ടിയാടാൻ ഭാഗ്യം സിദ്ധിച്ച യുവാവാണ്. ഇരുപത് പ്രായം കുറക്കണം എന്നുള്ളതാണ് ഉണ്ണിയേട്ടൻ നിൽക്കുന്നത്. അപ്പോൾ ഇതില് ബഹുഭൂരിപക്ഷം ആൾക്കാർ എനിക്ക് പരിചയമുണ്ട്. ഞാൻ ഇതുപോലെ ഇതിനകത്തുള്ള നമ്മുടെ അടുത്ത അനിയന്മാരുടെ ഫോട്ടോസൊക്കെ കണ്ടിട്ട് ഇങ്ങനെയൊരു ടീമുണ്ട്, വർഷത്തിൽ ടൂറിനും പോകുന്നുണ്ട്, നല്ലൊരു കൂട്ടായ്മയാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു 49ാമത്തെ ടൂറിനാന്ന് തോന്നുന്നു ഞാനും എൻ്റെ വൈഫും ആദ്യമായിട്ട് വന്നത്. അതിനുശേഷം ഒരു ടൂർ മാത്രമേ ഞാൻ മിസ്സാക്കിയിട്ടുള്ളൂ. ബാക്കി എല്ലാ ടൂറിനും ഞാൻ വരാൻ ശ്രമിക്കാറുണ്ട്. കാരണം നല്ലൊരു ഓർമ്മകളാണ് ഓരോ ടൂറും നമുക്ക് തരുന്നത്. അതുകൊണ്ട് എല്ലാവരോടും ഇതും നമുക്കൊരു നല്ല ഓർമ്മയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓക്കെ. അടുത്തതായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ഓരോ യാത്രയും എങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങളാക്കാം, എങ്ങനെ ആവേശകരമായ അനുഭവമാക്കാം എന്ന് നമുക്ക് കാണിച്ചു തരുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പ്രിജു കണ്ണോത്തുഞ്ചാൽ. പൊറോട്ടയിലൊക്കെ ഇച്ചിരി കുടലിലുള്ള സ്തംഭനത്തിലുള്ളത്. അപ്പോൾ സഹകളെ നമ്മള് ഈ ടൂറ് ഇപ്പൊ പോകുന്നത് തന്നെ ഡിവൈഎഫ്ഐ എന്നൊരു പ്രസ്ഥാനം, നമ്മളെ ഡിവൈഎഫ്ഐ ചൊവ്വ മേഖല കമ്മിറ്റി, ഞാനും സഖാവ് വീറോഷ്, ഇവിടെയുള്ള കാപ്പിച്ചേരി കുട്ടൻ, അതുപോലെയുള്ള കുറച്ച് ആൾക്കാർ കമ്മിറ്റി മെമ്പറായി ഒപ്പരം പ്രവർത്തിച്ചത്. സഖാവ് സെക്രട്ടറി ആയിട്ടും നമ്മൾ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള പ്രവർത്തിച്ച് വന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് ഈ യാത്ര തുടങ്ങിയത് നമ്മളെ കമ്മിറ്റി മെമ്പർമാർ. പിന്നെ ഡിവൈഎഫ്ഐയിൽ നമ്മൾ കഴിഞ്ഞ് അത് പിന്നെ ചൊവ്വ സഖാക്കളായി, ശ്രീകണ്ഠ സ്ക്വയറായി, പിന്നെ ഒരുമയിലാരും പേരിട്ടത് വോട്ടെടുപ്പിൽ പേരിട്ട്. അപ്പോൾ പുതിയ പുതിയ ആൾക്കാർ ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ്. നമുക്ക് പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടാം. കാരണം സമയം കുറേ ഉണ്ട്. ഇന്നൊരു ഏകദിന യാത്ര മാത്രമാണ്. ഇനി അങ്ങോട്ടേക്ക് സഖാവിനോട് വെളിപ്പെടുത്തും ഏതാ യാത്ര, എന്താ യാത്ര എന്ന്. പുതിയ പുതിയ ഒരുവിധ ആൾക്കാരെല്ലാം അറിയാം ഇവിടെയുള്ളത്. പിന്നെ ഒരു 2-3 യാത്രയ്ക്ക് ഞാൻ ഉണ്ടായിട്ടില്ല, ചെറിയ ജോലി തിരക്കുണ്ട്. അപ്പോൾ എല്ലാവർക്കും ലാൽ സലാം. ടൂർ അടിച്ച് പൊളിക്കണം, അല്ലാതെ സീറ്റിലിരുന്നിട്ട് പുതിയ ആൾക്കാരായാലും അങ്ങനെയൊന്നുമില്ല. നമുക്ക് നാണവും മടിയൊന്നുമില്ല. നമ്മളെല്ലാം സഹകളാണ്, സുഹൃത്തുക്കളാണ്, സഹപ്രവർത്തകരാണ്. അപ്പൊ മടിയൊന്നും പാടില്ല. എല്ലാവരും ഇപ്പം തന്നെ ബാക്ക് ബെഞ്ചിലെ ആ കുട്ടികൾ പേര് വിളിക്കും പോയി, അതൊന്നും വേണ്ട. അപ്പൊ എല്ലാവരും ഇതുപോലെ വന്ന് സംസാരിക്കുക. ഓക്കെ, അടിച്ചു പൊളിക്കും. അടുത്തതായി നിങ്ങൾക്ക്